ശ്രീ കെ അഭിലാൽ നമുക്കൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, തിരുവോണ ദിവസം സദ്യ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോയതാണ് ജയേഷിന്റെ വീട്ടിലേക്ക് ഈ മർദ്ദനമേറ്റ യുവാവ്. അവിടെയാണ് ഈ സ്റ്റാപ്ലർ അടിച്ച് അൽഫാമാക്കിയത്. ജയേഷും അതോടൊപ്പം തന്നെ പരാതിക്കാരനായിട്ടുള്ള യുവാവും ഒന്നിച്ച് മുൻപ് ജോലി ചെയ്തിരുന്ന ആളുകളാണ്. ഇരുവരും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു ഈ സമീപകാലം വരെയും. ജയേഷും അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരനും ഒന്നിച്ചുള്ള അവസരങ്ങളിലൊക്കെ തന്നെ ജയേഷിനെ ഫോണിൽ വിളിച്ച് കിട്ടാതെ വരുന്ന അവസരങ്ങളിൽ ഭാര്യ രശ്മി ഈ പരാതിക്കാരൻ മുഖേന ജയേഷുമായി സംസാരിച്ചിരുന്നുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ ദമ്പതിമാരെ നേരിട്ട് അടുത്ത സൗഹൃദമുള്ള ആളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയേഷ് തിരുവോണ ദിവസം വൈകുന്നേരം വീട്ടിലേക്ക് വരണമെന്നുള്ള ക്ഷണം നടത്തിയപ്പോൾ മറ്റൊന്നും സംശയിക്കാതെ ഇദ്ദേഹം വീട്ടിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സംസാരിച്ചിരിക്കെ ആദ്യം മുഖത്തേക്ക് സ്പ്രേ അടിക്കുകയാണ് ഉണ്ടായത്, പെപ്പർ സ്പ്രേ അടിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പിന്നീട് കൈകൾ കൂട്ടിക്കെട്ടുകയും പിന്നീട് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമാനമായ രീതിയിൽ അഭിനയിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയുമാണ് ചെയ്തത്. ഇത്തരത്തിൽ ചെയ്തില്ല എങ്കിൽ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി ഉണ്ടായി എന്ന് പറയുന്നു. ഒപ്പം തന്നെ കത്തി കഴുത്തിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കിയതെന്നും പറയുന്നു. ചുരുക്കത്തിൽ വിവസ്ത്രനാക്കി കട്ടിലിൽ കിടത്തി ഭാര്യയ്ക്കൊപ്പം ദൃശ്യങ്ങൾ പകർത്തി പിന്നീട് കെട്ടിത്തൂക്കുകയുണ്ടായി. ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ പിൻ അടിച്ചു. 23 പിന്നുകൾ വരെ ശരീരത്തിൽ ഗുഹ്യഭാഗത്ത് അടിച്ചതായി ഈ പരാതിക്കാരൻ മൊഴിയായി തന്നെ നൽകിയിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയിൽ, വൈദ്യപരിശോധനയിൽ ഇത് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നഖത്തിൽ മൊട്ടുസൂചി അടിച്ച് 5 വിരലിൽ മൊട്ടുസൂചി അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതികളുടെ വീട്ടിൽ ആഭിചാരം നടക്കുന്നു എന്നതിൻ്റെ സംശയം ഈ പരാതിക്കാരൻ ഉന്നയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടില്ലാത്ത അത്രത്തോളം ക്രൂരമായ മർദ്ദനവും പീഡനവുമാണ്. കഴിയുമോ? കാരണം ഈ മർദ്ദനമേറ്റ യുവാവ് പ്രതിയായ ജയേഷിന്റെ സുഹൃത്താണെന്ന് പറയുന്നു. സുഹൃത്തുക്കളാണ്, ഭാര്യയെയും അറിയാം. അവിടെ ഹണി ട്രാപ്പ് നിലനിൽക്കുമോ? ഇതിപ്പോൾ ആഭിചാരം ആ രീതിയിൽ ചോര കണ്ടാൽ അവർക്ക് അഭിനിവേശമാണെന്നൊക്കെ ഈ മർദ്ദനമേറ്റ യുവാവ് അഭിലാലോട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേട്ടു. ഈ പോലീസ് ഈ പ്രതികളെ, ഈ ജയേഷിനെ എവിടെ വെച്ചാണ് പിടികൂടിയത്? ഹണി ട്രാപ്പിൻ്റെ സ്വഭാവമുള്ള സംഭവം കൂടി ഉണ്ട് അതിനകത്തിൽ. അതായത് പരാതിക്കാരിൽ ഒരാൾ ആലപ്പുഴ സ്വദേശിയാണ്. രശ്മിയുമായി സൗഹൃദമുണ്ടായിരുന്നു, വാട്സപ്പിൽ സന്ദേശങ്ങൾ കൈമാറാറുണ്ടായിരുന്നു. അങ്ങനെ രശ്മിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ യുവാവിന് ഈ മാസം 1-ാം തീയതിയാണ് സമാന രീതിയിലുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ചുരുക്കത്തിൽ അയാളുടെ പണം നഷ്ടപ്പെട്ടു, അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നതിനാൽ തന്നെയാണ് ഇതിന് ഹണി ട്രാപ്പിൻ്റെ സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ്. നമ്മോട് കാര്യങ്ങൾ വിശദീകരിച്ച റാന്നി സ്വദേശിയായ പരാതിക്കാരൻ്റെ വിഷയത്തിൽ പൂർണ്ണാർത്ഥത്തിൽ അതിനെ ആ രീതിയിൽ വിശേഷിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഇത് മൊത്തത്തിൽ ഹണി ട്രാപ്പ് എന്നുള്ള തരത്തിലേക്ക് ഭാര്യയുമായി സൗഹൃദമുള്ള ആളുകളെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തി പിന്നീട് ശാരീരികമായി ഉപദ്രവിക്കുക, അത് തീർത്തും ക്രൂരമായ രീതിയിൽ പൈശാചികമായ രീതിയിലുള്ള ഉപദ്രവം ഏൽപ്പിക്കും. വ്യക്തി എങ്ങനെയാണ് ഇവരുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് അഭിലാൽ? നമ്മോട് സംസാരിച്ച പരാതിക്കാരനായിട്ടുള്ള റാന്നി സ്വദേശിയെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ജയേഷ് തന്നെ ഒരിടത്ത് കൊണ്ടുവന്ന് പാലത്തിന് സമീപം ഇറക്കി വിടുകയാണ് ഉണ്ടായത്. അവശ നിലയിൽ യുവാവിനെ കണ്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ വിവരം അന്വേഷിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമാണ് ഉണ്ടായത്. ശരീരത്തിലെ മുറിവുകളും അതോടൊപ്പം തന്നെ പരിക്കുകളും കണ്ട് ആശുപത്രിയിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക്, ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുകയാണ് ഉണ്ടായത്. പോലീസ് എത്തി വിവരം നൽകിയപ്പോൾ താൻ പ്രണയബന്ധത്തിലായിരുന്ന ഒരു പെൺകുട്ടിയുടെ ബന്ധുക്കൾ തന്നെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ള കളവാണ് ആദ്യഘട്ടത്തിൽ ഈ പരാതിക്കാരൻ പോലീസിനോട് പങ്കുവച്ചത്. ഇയാൾ നൽകിയ ആദ്യഘട്ട വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ സൂചിപ്പിച്ച വിലാസത്തിലെത്തി പ്രതികളെന്ന് കരുതുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള സംഭവത്തെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരു സൂചനയുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു പോലീസിന്. പിന്നീട് വീണ്ടും ഈ പരാതിക്കാരനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ യഥാർത്ഥ വസ്തുതകൾ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അങ്ങനെ ദമ്പതികൾ ഇരുവരെയും, രശ്മിയെയും ഭർത്താവിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അങ്ങനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടുന്നത്. മാത്രമല്ല ചിത്രീകരിച്ചതെന്നാണ് ഈ മർദ്ദനമേറ്റ യുവാവ് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടാൻ പോലീസിന് ആ ഫോൺ ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതിയാകുമല്ലേ അഭിലാൽ? അതെ, ഫോണിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ തന്നെയാണ് ഈ നമ്മൾ അല്പം മുൻപ് വിശദമായി നൽകിയിട്ടുള്ളത്. ഇരുവരുടെയും ഫോണുകൾ, മൊബൈൽ ഫോണുകൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതിൽ ഒന്ന് മാത്രമേ ലോക്ക് തുറന്ന് പരിശോധിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ ആണ് ഈ ദൃശ്യങ്ങളുള്ളത്. ചുരുക്കത്തിൽ പരാതിക്കാർ പറയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ, അതായത് സമീപകാലത്ത് മലയാളത്തിൽ റിലീസായ ഒരു സിനിമയിലെ സൈക്കോ മനോഭാവമുള്ള ആളുകളുടെ പ്രവർത്തനത്തെക്കാൾ രൂക്ഷമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഈ ദൃശ്യങ്ങൾ കണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട്.
പിടിച്ചെടുത്തതിൽ മൊബൈൽ ഫോണുകളിൽ ഒന്ന് ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതിൻ്റെ ലോക്ക് അടക്കം വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ പ്രതികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇവർ ഇതിനു മുൻപ് മറ്റാരെങ്കിലും സമാനമായ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ, ഇനിയും മറ്റാരെങ്കിലും ഒക്കെ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ എന്ന് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് അന്വേഷണം പോകുമെന്നുള്ളതാണ് ആറന്മുള സർക്കിൾ ഇൻസ്പെക്ടർ വിശദീകരിക്കുന്നത്. എന്തായാലും ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളടക്കം ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധനയ്ക്ക് അയക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ വിശദാംശങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോയാൽ ആദ്യഘട്ടത്തിൽ പരാതിക്കാരൻ കളവ് പറയുന്നു. പിന്നീട് പറഞ്ഞത് കളവാണെന്ന് മനസ്സിലാക്കി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ദമ്പതികളുടെ വിശദാംശങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇരുവരെയും പിടികൂടി ചോദ്യം ചെയ്യുകയും ദൃശ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി മൊബൈൽ ഫോൺ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം, അതായത് പരാതിക്കാരൻ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെ യാഥാർത്ഥ്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ ഈ ദൃശ്യങ്ങൾ കണ്ട പോലീസുകാരാകെ തന്നെ ഞെട്ടിത്തരിച്ചുപോയി എന്ന് തന്നെയാണ് എസ് പിയിൽ നിന്നടക്കം നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോഴാണ് തിരുവോണ ദിവസത്തിന് 4 ദിവസം മുൻപ്, അതായത് ഈ മാസം 1-ാം തീയതി ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള രശ്മിയുടെ സുഹൃത്തായ ഒരു യുവാവിനെ കൂടി സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും സമാനമായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള തരത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു. പിന്നീട് അയാളെ കയറിൽ കെട്ടിത്തൂക്കുന്നു, കൈകൾ പിന്നിലേക്ക് പിടിച്ചു വയ്ക്കുന്നു, ശരീരത്തിൽ മുളക് സ്പ്രേ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിക്കുന്നു. അങ്ങനെ തീർത്തും പൈശാചികമായ രീതിയിലുള്ള പീഡനമുറകളാണ് ഇരുവരുടെയും ഭാഗത്തുനിന്നുണ്ടായത്. നമ്മോട് സംസാരിച്ച യുവാവ് പറയുന്ന പ്രകാരമാണെങ്കിൽ രശ്മിയാണ് കൂടുതൽ മോശമായി പെരുമാറിയത് എന്നുള്ളതാണ്. ഭർത്താവ് ആവശ്യപ്പെടുന്ന തരത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തരത്തിൽ കമ്പിയും അതോടൊപ്പം തന്നെ സ്റ്റാപ്ലർ അടക്കം എടുത്തു കൊടുക്കുന്നു. യുവാവിന് ജനനേന്ദ്രിയത്തിലടക്കം സ്റ്റാപ്ലർ അടിച്ചത് രശ്മിയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പരാതിക്കാരൻ തന്നെ നേരിട്ട് പറയുന്നത്. ഈ ആലപ്പുഴ സ്വദേശി പരാതി നൽകിയിട്ടുണ്ടോ അഭിലാൽ? അത് രണ്ടുപേരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 FIRകൾ ആറന്മുള പോലീസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ ഈ സംഭവം നടന്ന സ്ഥലം എന്നുള്ളത് കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഇടമാണ് എന്നതിനാൽ തന്നെ ഇവിടുന്ന് കേസിനെയും ആ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് നിലവിൽ ആലോചിച്ചിട്ടുള്ളത്. ആറന്മുള സ്റ്റേഷനിലേക്ക് കേസ് വരാനിടയായ സാഹചര്യം ആദ്യഘട്ടത്തിൽ സംസാരിച്ച റാന്നി സ്വദേശിയായ പരാതിക്കാരനെ മർദ്ദിച്ച് ഉപേക്ഷിച്ച സ്ഥലം എന്നുള്ളത് ആറന്മുള പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. മാത്രമല്ല ആദ്യഘട്ടത്തിൽ ചികിത്സ തേടിയ സർക്കാർ ആശുപത്രിയും ആറന്മുള പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ നിന്നുള്ള വിവരം ലഭ്യമാകുന്നത് തുടർന്നാണ് തുടർന്നാണ് മൊഴിയെടുക്കുകയും കേസ് അഭിലാലിലേക്ക് മടങ്ങി വരാറില്ല. അഭിലാൽ തുടരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. അഭിലാൽ, ഇതിപ്പോൾ കൃത്യമായി തെളിവുകളുണ്ട്, പരാതിയുണ്ട്, പരാതിക്കാരുണ്ട്, ഈ ഫോണിലടക്കം ഇതിന്റെ തെളിവുകളുണ്ട്. ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള കേസ് അന്വേഷണം? കൂടുതൽ ആളുകൾ ഈ ട്രാപ്പിൽ വന്നുപെട്ടിട്ടുണ്ടോ എന്ന അടക്കമുള്ള വിഷയങ്ങളിലേക്ക് അന്വേഷണം വ്യാപിക്കുകയാണ്. ഇവരുടെ മൊബൈൽ ഫോൺ കോൾ ലിസ്റ്റുകൾ പരിശോധിക്കാൻ വേണ്ടി FSLന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഫോണും കൈമാറും. ചുരുക്കത്തിൽ ഇനി തുറക്കാൻ കഴിയാത്ത ഫോണിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകാം. അതായിരിക്കാം അതിൻ്റെ ലോക്കിൻ്റെ പാസ്വേഡ് അടക്കം ലഭ്യമാക്കാൻ പ്രതികൾ തയ്യാറാകാത്തതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വിശദമായ പരിശോധനയിലൂടെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാകും. അത് ഡിജിറ്റൽ തെളിവായും പ്രതികൾക്കെതിരായ പ്രധാനപ്പെട്ട ഒരു സൂചനകളിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനും അത് ഉപകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പോലീസ് കരുതുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരികയും പ്രതികളുടെ ചിത്രങ്ങൾ പുറത്താവുകയും ചെയ്യുന്നതോടുകൂടി ഒരുപക്ഷെ മുൻപ് സമാന രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, പീഡനത്തിനിരയായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരും ഒരുപക്ഷെ കാര്യങ്ങൾ ചെറിയ രീതിയിലാണ് എങ്കിൽ പോലും പോലീസിനോട് വെളിപ്പെടുത്താൻ തയ്യാറാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ മിനിഞ്ഞാന്നാണ് ഇരുവരും പിടിയിലാകുന്നത്. അന്ന് വൈകുന്നേരം തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസിന്റെ ഗൗരവ സ്വഭാവം കോടതിയിൽ പോലീസ് വ്യക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. പ്രതി ജയേഷ് ആറന്മുള സ്റ്റേഷനിലാണുള്ളത്. ഭാര്യ രശ്മി പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലാണ് പാർപ്പിച്ചിട്ടുള്ളത്. ഇവരിൽ നിന്നും കൂടുതൽ ചോദ്യം ചെയ്ത് വിവരങ്ങൾ തേടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ശരി, അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.